എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ചേച്ചീനെ കാണിച്ചുകൊണ്ടാണ് അവളിപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവൾ വീട്ടിലിങ്ങനെ കിടന്നിട്ട് എഴുന്നേറ്റിരുന്ന് അവളുടെ റിംഗ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ അവളുടെ ആൻറ്റി അകത്തോട്ട് വരും. ആൻറ്റി ഇവളുടെ റിംഗ് കാണുന്നതെന്ന് ചോദിക്കും. ആഹാ, നല്ല റിംഗ് ആണല്ലോ, നിന്നെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്തോ? എന്തായിരുന്നാലും നീ നല്ലതുപോലെ ആലോചിച്ചൊക്കെ തീരുമാനം എടുക്കാവൂ. ഈ റിംഗ് കണ്ടാൽ തന്നെ അറിയാം നിന്റെ കൈയുടെ സൈസിലുള്ള റിംഗ് ആണ് എന്ന്. അതിനർത്ഥം അവന് നിന്നെപ്പറ്റി നല്ല കെയറിങ് ഉണ്ട്, അവൻ നല്ല കാര്യമായിട്ടാണ് ഈ റിംഗ് ചൂസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയും. ഇവിടെ നമ്മുടെ ചേച്ചി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അങ്ങനെ ആ ആൻറ്റി അവിടെ നിന്ന് പോകുന്നതും പെട്ടെന്ന് തന്നെ അവളുടെ അമ്മയുടെ കോൾ വരും. അമ്മ പറയും, ഞാൻ വീണ്ടും കല്യാണം കഴിക്കാൻ പോവുക എന്ന്. പെട്ടെന്ന് തന്നെ ചേച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവളുടെ അമ്മയെടുത്ത് പറയും, ഓഹോ, അപ്പം ഞാൻ മോളാണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ അച്ഛനെ പറ്റി എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ, നിങ്ങൾ എന്തിനാ അതൊക്കെ എൻ്റെ അടുത്തൊന്ന് മറച്ചു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവളവിടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അത് കഴിഞ്ഞിട്ട് അവൾ അടുത്ത ദിവസം രാവിലെ എഴുന്നേക്കുന്നതും അവളുടെ അടുത്തായിട്ട് ആ റിങ് കാണത്തില്ല. അങ്ങനെ അവളെ പുറത്തു വന്ന് നോക്കുമ്പോൾ എന്തുവാ, അത് അവളുടെ കസിൻ്റെ കയ്യിൽ ഇരിക്കുമായിരുന്നു. അവനാണെങ്കിൽ ചോദിക്കും, ഈ റിങ് സെക്ഷൻ ഈയിലുള്ള ഏതെങ്കിലും ഒരുത്തനല്ലേ നിനക്ക് തന്നത്? നീ അവരെ ആരെ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല, എനിക്കത് ഇഷ്ടമല്ല. നീ അവരുടെ അടുത്ത് എസ് പറയുവാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഞാൻ ഒരിക്കലും നിന്റെ അടുത്ത് മിണ്ടത്തില്ല. നീ അവരുടെ അടുത്ത് നോ പറയുവാണെങ്കിൽ നിന്റെ അച്ഛനെ പറ്റിയിട്ടുള്ള എല്ലാ സത്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇത് കേൾക്കുന്നേ നമ്മളുടെ ചേച്ചി ഭയങ്കര കുഴപ്പത്തിലാവും. അവൾക്ക് അവളുടെ അച്ഛനെ പറ്റി അറിയേം വേണം. എന്നാൽ അവൾക്കാണെങ്കിൽ ഈ റിങ്ങിനുള്ള ആൻസർ കൊടുത്തേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവൾ സ്കൂളിലായിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ ക്രിസ്മസിനുള്ള എല്ലാ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാവും. കാര്യം അവരെല്ലാവരും ഒറ്റ ഫാമിലി ആയിട്ടല്ലേ ഇപ്പം നിൽക്കുന്നത്. അവിടെയായിട്ട് ചേച്ചി വന്ന് നോക്കുമ്പോൾ എന്തോ അവിടുത്തെ ഒരു കബോർഡിലായിട്ട് നമ്മളുടെ കെയ്ഫറിൻ്റെയും അതേപോലെ എലയുടെയും പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നേ അവൾ ഭയങ്കര അപ്സെറ്റ് ആവും. പെട്ടെന്ന് തന്നെ കെയ്ഫർ വന്നിട്ട് ആ പേരങ്ങ് മായ്ച്ചു കളയും. ഇത് കാണുന്നേം ചേച്ചി ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവും. എന്താണെന്ന് വെച്ചാൽ കെയ്ഫർ ഇപ്പോൾ ഒത്തിരി മാറിയിട്ടുണ്ടായിരുന്നല്ലോ. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ യൂറി വരും. ഇവളാണെങ്കിൽ അവിടെ ഒരു സംഭവം ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നതും അവൾക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂറി വന്നിട്ട് ഇവളെ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും. ഇത് കാണുന്നേം ചേച്ചിക്ക് വീണ്ടും ഫീൽ ചെയ്യാൻ തുടങ്ങും. അവളുടെ ഹേർട്ട് ബീറ്റ് ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അവൾക്കിപ്പോൾ നല്ല കൺഫ്യൂഷനാണ്. അവളിപ്പോൾ കെയ്ഫറിനെ ചൂസ് ചെയ്യോ യൂറിനെ ചൂസ് ചെയ്യോ എന്ന്. അവൾക്ക് രണ്ടുപേരെ ഇഷ്ടമാണ്. രണ്ടുപേർക്കും വേണ്ടിയിട്ട് അവളുടെ ഹൃദയവും ഇടിക്കുന്നുണ്ട്. പക്ഷെ ആർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ എന്നുള്ള കാര്യം അവൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ചേച്ചി എല്ലാവരെയും നോക്കും. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം നമ്മുടെ ചേച്ചി വിചാരിക്കും, ഇവർ തന്നെയാണ് എൻ്റെ ഫാമിലി, ഞാനിവരെ ഒരിക്കലും ചതിക്കത്തില്ല, ഞാനിവരെ ഒരിക്കലും വിട്ട് കളയത്തില്ല എന്ന്. പെട്ടെന്ന് തന്നെ കെയ്ഫർ ഇതൊക്കെ കണ്ടുകൊണ്ട് വന്നിട്ട് അവളുടെ അടുത്ത് പറയും, അല്ല നീ എന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നത്? ഞാനുള്ളപ്പോൾ ഇനി നീ ഒരിക്കലും ഇമോഷണൽ ആവത്തില്ല, ഞാൻ നിന്നെ കരയിക്കാനുള്ള ഇട വരുത്തത്തില്ല എന്ന്. ഇത് കേൾക്കുന്നതിന് ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ എൻജോയ് ചെയ്ത് നിൽക്കുന്നതും പെട്ടെന്ന് തന്നെ യൂറിയും ഫ്രണ്ട്സും വന്നിട്ട് പറയും, കെയ്ഫർ നമുക്കൊരു പ്രശ്നമുണ്ട്, നിന്നെ അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് എന്ന്. എന്നാൽ കെയ്ഫർ അത് വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. സത്യത്തിൽ കാര്യം ഇത്തിരി വഷളായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ജേജി ആണെങ്കിൽ സ്കൂളിലോട്ട് വരാൻ നേരത്ത് കുറച്ച് ചെറുക്കന്മാർ അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കെയ്ഫറിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നും പറഞ്ഞിട്ട് ഇവന്മാർക്ക് അറിയത്തില്ലല്ലോ നമ്മളുടെ ജേജി ഭയങ്കര ഫൈറ്ററായെന്ന്. ഇവൾ അവന്മാർക്കെല്ലാം നല്ല ഇടി വെച്ച് കൊടുക്കും. എന്നാൽ ഒരു പോയിന്റ് എത്തുന്നത് നമ്മളുടെ ജേജിക്ക് നല്ലതുപോലെ ഇടി കിട്ടി അവൾ താഴെ വന്ന് വീഴും. ഇത് കാണുന്നതും കെയ്ഫറും യൂറിയും ഒന്നും വെറുതെ ഇരിക്കത്തൊന്നുമില്ല. അവരെല്ലാവരും വന്നിട്ട് ഇവനെ അടിച്ച് ശരിയാക്കും. യഥാർത്ഥത്തിൽ നമ്മളുടെ കെയ്ഫറും യൂറിയും എല്ലാം ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരെല്ലാവരും കൂടി വന്നിട്ട് നമ്മളുടെ ജേജേനെ എഴുന്നേപ്പിച്ച് സ്കൂളിലായിട്ട് കൊണ്ടുവരും. അവൾക്കിപ്പോൾ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഇവിടെ എല്ലാവരും കോസ്റ്റ്യൂം ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളുടെ കെയ്ഫറാണ് ക്രിസ്മസ് പാപ്പയായിട്ട് നിൽക്കുന്നത്. അവനങ്ങനെ എല്ലാവർക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതേപോലെ തന്നെ ക്ലാസ്സിലായിട്ട് ഡാൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. നമ്മളുടെ CN ഒക്കെ ഡാൻസ് കളിക്കും. അവിടെയായിട്ട് ഓരോ കോമ്പറ്റീഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മളുടെ ജേജനെ വിളിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കും. അവൾക്ക് എന്നാൽ വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഇത് കാണുന്നേ നമ്മളുടെ യൂറിയും കെയ്ഫറും കൂടി ഇവക്ക് വേണ്ടിയിട്ട് ഡാൻസ് കളിക്കാൻ റെഡിയാവും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. സത്യം പറഞ്ഞാൽ ഇവർ ഡാൻസ് കളിക്കുന്ന സമയത്ത് നമ്മളുടെ ജേജിയുടെ കണ്ണ് മൊത്തവും കെയ്ഫറിന്റെ മുകളിലായിരുന്നു. ഇത് കാണുന്നതും ജേജിയുടെ അടുത്തിരിക്കുന്ന മീക്ക വന്നിട്ട് ചോദിക്കും, സത്യം പറ നിനക്ക് കെയ്ഫറിനെ ഇഷ്ടമല്ലേ? എന്നാൽ നമ്മളുടെ ജേജി അത് അക്സെപ്റ്റ് ചെയ്യാനൊന്നും റെഡി ആയിരുന്നില്ല. എന്നാലും നമ്മളുടെ ജേജിയുടെ മുഖത്ത് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അവൾക്ക് ആരെയാണ് ഇഷ്ടമെന്ന്. പിന്നീട് കാണിക്കുന്നവരെല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുന്നതാ. അവിടെയായിട്ട് നമ്മളുടെ യൂറി ഭയങ്കര മൂഡ് ഔട്ട് ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഇത് ശ്രദ്ധിക്കുന്നേ നമ്മുടെ ജേജെ അവൻ്റെ അടുത്ത് വന്നിരുന്ന് ഫുഡ് കഴിക്കാനിരിക്കും. ഇവിടെ നമ്മളുടെ യൂറി ഭയങ്കര മൂഡ് ഔട്ട് ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജേജെ മനഃപൂർവ്വം പറയും, ആ റിങ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അത് നല്ല രസമുണ്ടായിരുന്നു എന്ന്. ഇത് കേൾക്കുന്ന യൂറിക്ക് നല്ല സന്തോഷവും. എന്നാലും അവൻ അവിടെയായിട്ട് നല്ലതുപോലെ ചിരിച്ച് കളിച്ച് സംസാരിക്കാൻ തുടങ്ങും. എന്താന്ന് വെച്ചാൽ ജേജനെ വിഷമിപ്പിക്കരുതല്ലോ, അതിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമ്മളുടെ കെയ്ഫർ കാണും. അവന് നല്ലതുപോലെ ജലസ് അടിക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മളുടെ ജേജിക്ക് കെയ്ഫറിനെയാണ് ഇഷ്ടമെങ്കിലും അവൻ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ക്ലാസ് മൊത്തത്തിൽ നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നതാണ്. അവിടെയായിട്ടാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. നമ്മളുടെ ജേജിക്കായിരുന്നാലും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടില്ലേ അവനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കും. അതൊരു നെക്ലസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ നെക്ലസ് കൊടുത്തത് യഥാർത്ഥത്തിൽ അവളുടെ ഫ്രണ്ടൊന്നും അല്ല, പകരമായിട്ട് വേറൊരു ചെറുക്കനുണ്ടല്ലോ നമ്മളുടെ ജേജിനെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നത്, അവിടെയുള്ളൊരു ചെറുക്കൻ്റെ ബ്രദർ, അവൻ തന്നെയാണ്
അവൾക്കാണ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജയജനെ എല്ലാവരോടും ഫോഴ്സ് ചെയ്ത് അവിടെ ഡാൻസ് കളിപ്പിക്കുന്നതാണ്. ഇതെല്ലാം നമ്മളുടെ കെയ്ഫർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവൾ അവിടെ നല്ലതുപോലെ എൻജോയ് ചെയ്യും. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ഗെയിം കളിക്കുന്നതാണ്. അതായത് എന്താണോ പെട്ടെന്ന് പറയുന്നത് അതവിടെ പെട്ടെന്ന് തന്നെ സ്റ്റേജിലായിട്ട് കൊണ്ടുവന്ന് കാണിക്കണം എന്ന്. ഇവിടെയായിട്ട് അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്യും. അതായത് അതിനകത്തുള്ളൊരു ചെറുക്കൻ്റെ അടുത്ത് പറയും നീ ചോക്ലേറ്റ് കൊണ്ടുവരണോ എന്ന്. പെട്ടെന്ന് തന്നെ അവൻ അവന്റെ ഗേൾ ഫ്രണ്ടിനെ പിടിച്ചുകൊണ്ടുവന്ന് നടുക്ക് നിർത്തും. അതേപോലെ തന്നെ നമ്മളുടെ കെയ്ഫറിന്റെ അടുത്ത് പറയും ഇവിടെ ഏറ്റവും ലവ്ലി ആയിട്ടുള്ള സാധനം കൊണ്ടുവയ്ക്കണം എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ കെയ്ഫർ ആണെങ്കിൽ ജയജനെ പിടിച്ചുകൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് പറയും ഇതിലും വലിയ ലവ്ലി ആയിട്ടുള്ള സാധനം വേറെ ഏതാ ഉള്ളതെന്ന്. ഇത് കേൾക്കുന്നതിന് ജയജ ഭയങ്കരമായിട്ട് ബ്ലഷ് ചെയ്യും. അവനാണെങ്കിൽ ഇവിടെ ഇവർക്കൊരു ഗിഫ്റ്റും കൊടുക്കും. സംഭവം തുറന്നു നോക്കുമ്പോൾ എന്തോ അതിനകത്തൊരു ഇൻസ്റ്റന്റ് നൂഡിൽസ് ആയിരുന്നു. എല്ലാവരും അവിടെ കിടന്ന് ചിരിക്കാൻ തുടങ്ങും. യൂറിക്ക് ഇതൊക്കെ കാണുന്നതും ഭയങ്കര ജലസടിക്കും. അതിനുശേഷം യൂറി എടുത്ത് പറയുന്നത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ കൊണ്ടുവരാനാണ്. യൂറിയും ഇവിടെ അവസരം മുതലാക്കി എടുക്കും. അവൻ വേഗം തന്നെ ജയജനെ എടുത്തു പൊക്കി ഇവിടെ കൊണ്ടുവന്നങ്ങ് വെക്കും. എന്നിട്ട് അവൻ എല്ലാവരും മുമ്പിലായിട്ട് പറയും ഗൈസ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ളത് ജയജേനെയാണ്. ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്നതിന് ജയജ വീണ്ടും ബ്ലഷ് ചെയ്യും. അവൾക്ക് തന്നെ അറിയത്തില്ല അവൾക്കിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന്. എന്നാൽ ജയജ ഭയങ്കരമായിട്ട് നാണം കെട്ടതുകൊണ്ട് അവൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് ഓടിപ്പോവും. പിന്നീട് കാണിക്കുന്നത് ക്ലാസ്സിൽ എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. എല്ലാം ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ ആയിരുന്നു. ഇവിടെ നമ്മളുടെ ജയജിക്ക് കിട്ടുന്നത് തന്നെ ഭയങ്കര സെക്സി ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഇത് കാണുന്നത് അവൾ വിചാരിക്കും കെയ്ഫർ ആയിരിക്കും ഗിഫ്റ്റ് ചെയ്തത് എന്ന്. കെയ്ഫർ പറയും ഞാനൊന്നും അല്ല അത് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് സിയൻ തന്നെയാണ്. അങ്ങനെ ജയജെ അവനെ എവിടെ എടുത്തിട്ട് ഓട്ടിക്കുകയൊക്കെ ചെയ്യും. ജയജെ അങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇവരുടെ ക്ലാസ്സിലുള്ള എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവക്കിത് കാണുന്ന ഭയങ്കര സന്തോഷം വരും. അവളുടെ കണ്ണ് നിറയും. പെട്ടെന്ന് തന്നെ കെയ്ഫർ വന്നിട്ട് ഇവളുടെ കണ്ണ് തുറച്ചിട്ട് പറയും നീ എന്തിനാ കരയുന്നത്? നീ ഒരിക്കലും കരയാൻ പാടില്ല. നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. സത്യം പറഞ്ഞാൽ നമ്മളുടെ ജയജിക്ക് ഭയങ്കരമായിട്ട് അതങ്ങ് ഫീൽ ചെയ്യും. ഇവിടെയായിട്ട് നമ്മുടെ ജയജി അവളുടെ കസിന് മെസ്സേജ് ഇട്ട് പറയും ഞാൻ എൻ്റെ ക്ലാസ്സിനെ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നീ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം അങ്ങ് മറന്നേരെ എന്ന്. പിന്നീട് കാണിക്കുന്ന അവൾ ക്ലാസ്സിൽ എല്ലാവരുടെയും കൂടെ വന്ന് നല്ലൊരു സെൽഫിയൊക്കെ എടുക്കുന്നതാണ്. ഇത് കാണുമ്പോഴേ മനസ്സിലാവും ഇവരെത്ര ഹാപ്പിയാണ് എന്ന്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മുടെ ചേച്ചി കണ്ണു തുറക്കുമ്പോൾ അവൾക്ക് എന്തൊക്കെയോ മിസ്സിങ് ഫീൽ ചെയ്യുന്നതാ. അവളുടെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങും. സംഭവം എന്തുവാ നമ്മുടെ ഈ ക്രിസ്മസ് പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കെയ്ഫറിന്റെ വീട്ടിലായിട്ട് ഇവർക്കൊരു വലിയ പാർട്ടി ഉണ്ടായിരുന്നു. ചേച്ചി അവിടെ നല്ലതുപോലെ കുടിച്ച് നല്ലതുപോലെ ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവളവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. എന്നാൽ ഇവക്കാണെങ്കിൽ യൂറിനെ കാണുന്നേ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ യൂറി വന്നിട്ട് ജേജി എടുത്ത് പ്രപ്പോസ് ചെയ്യും എനിക്ക് നിന്നെ ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ. ജേജി അവിടെയാണെങ്കിൽ പറയും ഇതൊക്കെ ഇത്രയും ചെറുപ്പത്തിലൊക്കെ ചെയ്യുന്നത് ഭയങ്കര മോശമല്ലേ, എനിക്കാണെങ്കിൽ ചിന്തിക്കാൻ ഇനിയും സമയം വേണമെന്ന് പറയും. ഇത് കേൾക്കുന്നേയും നമ്മുടെ യൂറി ഭയങ്കര ഡിസപ്പോയിന്റ് ആയിട്ട് അവിടെ നിന്ന് നടന്നു പോകും. ജെ അപ്പോൾ പ്രസന്റ് ടൈമിൽ ഇരുന്ന് ആലോചിക്കും ഇത് തന്നെയാണോ നടന്നത്. അവിടെ അവർക്ക് ഒരു കാര്യം കൂടെ ഓർമ്മ വരും. അതായത് യൂറിയും അതേപോലെ തന്നെ കെയ്ഫറും കൂടി മാറി നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നത്. പിന്നീട് കാണിക്കുന്ന അവരുടെ വീട്ടിലായിട്ട് ആ മുത്തശ്ശി തിരിച്ചു വരുന്നതാ. അവരുടെ കൂടെയായിട്ട് നമ്മുടെ സിയനും ഉണ്ടായിരുന്നു. ഇവനെ കാണുന്നത് എല്ലാവരും ഭയങ്കര ഷോക്കാവും. സംഭവം എന്താന്ന് വെച്ചാൽ മുത്തശ്ശിനെ ഹെൽപ്പ് ചെയ്ത് ഇവിടെ കൊണ്ട് എത്തിച്ചത് നമ്മുടെ സിയനായിരുന്നു. ഇത് കാണുന്ന എല്ലാവരും ചോദിക്കും നമ്മുടെ ജയജയുടെ ബോയ് ഫ്രണ്ട് ആണോ ഇവനെന്ന്. എന്ന് ഇവൻ അവിടെ പറയാൻ അങ്ങനെയൊന്നും ഇല്ല എന്ന്. സത്യം പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ട് സിയനിന്റെ കാര്യത്തിൽ. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ജയജയുടെ ആ കസിൻ ഇല്ലേ, അവനവന്റെ അമ്മയടുത്ത് പറയുന്നതാ നമുക്കാണെങ്കിൽ ജയജി എടുത്ത് സത്യം പറഞ്ഞേ പറ്റത്തുള്ളൂ. അവളെ ഇങ്ങനെ എപ്പോഴും ഇരുട്ടിലാക്കി വെക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെയായിട്ട് നമ്മളുടെ ജയജി അടുത്ത് അയാൾ ചോദിക്കും നിനക്ക് ആ റിങ് തന്നതാരാ. എന്നാൽ നമ്മുടെ ജയജി ഇത് പറയാൻ റെഡി ആവത്തില്ല. കാര്യം അവൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അവളുടെ പേഴ്സണൽ ലൈഫിൽ വേറെ ആരെങ്കിലും തലയിടുന്നത്. പിന്നീട് കാണിക്കുന്ന അവിടെ ഗിഫ്റ്റ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നതാ. ഇവിടെ നമ്മളുടെ സിയനും ഉണ്ട്. അവൻ വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അവൻ ഇവിടെ ക്രിസ്മസ് പാർട്ടി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. അതേസമയം തന്നെ നമ്മുടെ ജേജിക്കായിരുന്നാലും ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു മെരി ക്രിസ്മസ് ഒക്കെ പറഞ്ഞിട്ട്. എന്നാൽ നമ്മളുടെ കെയ്ഫർ മാത്രം ഒറ്റ വാക്കിൽ അവളുടെ അടുത്ത് മെരി ക്രിസ്മസ് പറഞ്ഞു നിർത്തും. ഇത് കാണുന്ന അവൾക്ക് വിഷമാവും. അവൾ വിചാരിക്കും അവൻ എനിക്കൊരു ഇമോജിയോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാൻ ഞാൻ എന്താ. എന്നാൽ നമ്മുടെ യൂറി ഭയങ്കര കാര്യമായിട്ടാണ് ഇവർക്ക് മെരി ക്രിസ്മസ് ഒക്കെ അയക്കുന്നത്. അത് കാണുന്ന അവള് നല്ലതുപോലെ ഹാപ്പി ആവും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജെയ്ക്ക് ഗിഫ്റ്റ് കിട്ടുന്നതാ. അതൊരു വൈറ്റ് കളർ ബോഡിക്കോൺ ഡ്രസ്സ് ആയിരുന്നു. ഇത് കാണുന്ന അവൾക്ക് മനസ്സിലാവത്തില്ല ഇവക്ക് എന്തിനാ ഈ ഡ്രസ്സ് ഗിഫ്റ്റ് കിട്ടിയത് എന്ന്. പിന്നീട് കാണിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള സീനാണ്. ഇവിടെ നമ്മളുടെ ജെയ്ജയുടെ ആ ഒരു ഫാമിലിയിലെ എല്ലാവരും കൂടി ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. വേറെ എവിടെയല്ല നമ്മളുടെ യൂറിയുടെ ആ ഒരു വലിയ ഹോട്ടലിലെ അവിടെ ആയിട്ട്. സത്യത്തിൽ നമ്മുടെ യൂറിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിന്റെ ഫംഗ്ഷനാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ യൂറി ആയിരുന്നാലും ജെയ്ജിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അവളങ്ങനെ വന്ന് നോക്കുമ്പോൾ എന്തോ അവിടെയായിട്ട് നമ്മുടെ കെയ്ഫറും ഉണ്ടായിരുന്നു. എന്നാൽ അവൻ ഇവക്ക് വലിയ മൈൻഡ് ഒന്നും കൊടുക്കത്തില്ല. ജെ ഭയങ്കര ഹാപ്പി ആവും. എന്നാൽ ഇവരാണെങ്കിൽ ഇലയിലോട് സംസാരിക്കുന്നതാണെന്നേ നമ്മളുടെ ജെ ഭയങ്കരമായിട്ട് അങ്ങ് അപ്സെറ്റ് ആവും. അവൾ വിചാരിക്കും എന്നെ ഏറ്റവും നല്ലതായിട്ട് മനസ്സിലാക്കുന്നത് കെയ്ഫറാണ്, എന്നിട്ട് എന്താ അവൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്ന്. ഇവിടെ നമ്മളുടെ യൂറി വന്ന് ജെനെ ഡാൻസ് കളിക്കാൻ വിളിക്കും. ഇവിടെ രണ്ടുപേരും ഭയങ്കര ഫണ്ണി ആയിട്ടൊക്കെ ഡാൻസ് കളിക്കും. എല്ലാവരും ഇത് കണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. എന്നാൽ കെയ്ഫറിന് നല്ലതുപോലെ ജലസ് അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ യൂറിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
യൂറിനെ സ്റ്റേജിലോട്ട് വിളിക്കും. ഇതേപോലെ തന്നെ നമ്മളുടെ ജെജെനെ അവൻ വിളിച്ചുകൊണ്ട് വരും. ജെജെ ഇവന്റെ കൂടെ നിന്നിട്ട് നല്ലതുപോലെ അവനെ ചിയറൊക്കെ ചെയ്യും, ഹാപ്പി ബർത്ത്ഡേ വിഷൊക്കെ ചെയ്യും. അപ്പോഴാണ് അവളൊരു സത്യം മനസ്സിലാക്കുന്നത്. അതായത് നമ്മളുടെ ജെജെയുടെ ഫാമിലിയും അതേപോലെ യൂറിയുടെ ഫാമിലിയും കൂടി ചേർന്നിട്ട് പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അതിന്റെ പേരിൽ ജെജെയുടെയും യൂറിയുടെയും എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്ത് വെക്കുവാണ്. രണ്ടുപേരെയും ഇപ്പൊ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക എന്ന്. ഇത് കേൾക്കുന്നതും ജെജെ ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. അവളുടെ ഫാമിലിക്കായിരുന്നാലും നല്ല ഗിൽറ്റി ഫീൽ ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ജെജെ അടുത്ത് ഇതുവരെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അവക്കാണെങ്കിൽ അവളെ എല്ലാവരോടും ചതിച്ചതുപോലൊക്കെ ഫീൽ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്ന ജെജെയും യൂറിയും കൂടി ഒരുമിച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നതാ. ജെജെക്ക് എന്തൊക്കെയോ പോലെ ഫീൽ ചെയ്യും. അവൾ തന്നെ വിചാരിക്കും എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. കെയ്ഫർ ആയിരുന്നാലും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ജലസ് അടിക്കുമെങ്കിൽ അവനൊന്നും മിണ്ടത്തില്ല. കാര്യം അവന് നന്നായിട്ടറിയാം ജെജെനെ സംബന്ധിച്ച് ഇത് നല്ലൊരു കാര്യം തന്നെയായെന്ന്. അവക്ക് നല്ലൊരു പാർട്ട്ണറിനെ തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഇവിടെ ജെജെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എസ്കേപ്പായി പുറത്തോട്ട് വന്നിട്ട് അവിടെ നിന്ന് കരയുന്നതാ. ഇവളുടെ കസിനായിരുന്നാലും വന്നിട്ട് ജെജെ അടുത്ത് സോറി പറയും. അയാൾ പറയുന്നത് തന്നെ നീ ഞങ്ങളോട് ക്ഷമിക്കണം, നമ്മുടെ ഫാമിലിക്ക് ഇത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞങ്ങൾ ഒന്നും പറയാഞ്ഞത് എന്ന്. ജെജെ പറയും എനിക്കിപ്പോഴേ കല്യാണമൊന്നും കഴിക്കണ്ട, എനിക്ക് പഠിക്കണം, ജോലി നേടണം, അങ്ങനെ ഒരുപാട് ആഗ്രഹമുണ്ട് എന്ന്. ഇവളുടെ കസിൻ പറയും നിനക്കതിന് ഇവിടെ ആരും ഒരു തടസ്സം വെച്ചിട്ടില്ല, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇപ്പോൾ നിങ്ങളുടെ എൻഗേജ്മെന്റ് മാത്രമേ നടത്തി വെക്കുന്നുള്ളൂ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാനുള്ളൊരു സമയം. സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മളുടെ ജെജിക്ക് ഫീൽ ചെയ്യുന്നത് അവളുടെ ഫ്രീഡത്തിന് ഇവരൊരു ചങ്ങല ഇട്ടതുപോലെയാണ്. ഇവിടെ അവളുടെ ആന്റി വന്നിട്ട് ഇവളെ സമാധാനിപ്പിക്കും. എന്നിട്ട് പറയും മോളെ നീ വിഷമിക്കുകയൊന്നും വേണ്ട, എനിക്ക് നന്നായിട്ട് അറിയാം, നീ ഇപ്പോൾ നല്ലതുപോലെ ചിന്തിച്ചു നോക്ക്, ഞങ്ങളുടെ ഫാമിലിയുടെയും നിലനിൽപ്പിന് ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്, നിന്റെ ഭാവിക്ക് ഒരു ദോഷവും അവരുണ്ടാക്കത്തില്ല എന്നൊക്കെ പറയും. ഇവിടെ നമ്മുടെ ചേച്ചി ആയിരുന്നാലും അവസാനം അത് സമ്മതിച്ചു കൊടുക്കും. കാര്യം അവളെ കൊണ്ട് നമ്മളുടെ ഈ ആന്റിയുടെ ഫാമിലി രക്ഷപ്പെടുവാണെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും വലുത്. എന്നാലും ചേച്ചിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇവിടെ കെയ്ഫറിനായിരുന്നാലും നന്നായിട്ട് അറിയാം അവൻ ഇനിയിപ്പോൾ ജെജെയുടെ പുറകെ പോയി കഴിഞ്ഞാൽ അവൻ അവൻ്റെ ഫ്രണ്ട്സിനെയും യൂറിനെയും എല്ലാവരെയും വെറുപ്പിക്കേണ്ടതായിട്ട് വരുമെന്ന്. അതുകൊണ്ടാണ് അവനിപ്പോൾ ഒരു സ്റ്റെപ്പ് പിന്നിലോട്ടായിട്ട് നിൽക്കുന്നത്. എന്നാൽ അവൻ തന്നെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഞാൻ വിചാരിച്ചിരുന്നത് ഞാനും ഇപ്പോൾ എൻ്റെ അച്ഛനെ പോലെയാണ് എന്ന ക്രൂരനും വില്ലനും ഒക്കെ ആയിട്ടുള്ള ആൾ. എന്നാൽ ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല എനിക്ക് എൻ്റെ അമ്മേനെ പോലെ ഒരാളെ സ്നേഹിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കെയ്ഫർ മനസ്സിൽ ഉറപ്പിക്കും ഞാൻ ഒരിക്കലും ജെജെനെ വിട്ട് കളയത്തില്ല എന്ന്. അങ്ങനെ നമ്മളുടെ കെയ്ഫർ ആണെങ്കിൽ ജെജെനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് അവളെ വിളിച്ചുകൊണ്ട് ഒരു ലിഫ്റ്റിലായിട്ട് കയറും. അവൻ അവിടെ ചോദിക്കും നിനക്ക് യൂറിനെ ഇഷ്ടമാണോ? എന്നാൽ നമ്മുടെ ചേച്ചി ഒന്നും പറയത്തില്ല. അവളിങ്ങനെ കരഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അവൻ പറയും നിനക്ക് അവനെ ഇഷ്ടമല്ല, എന്നെയാണ് ഇഷ്ടമെങ്കിൽ നീ എന്നെ കിസ് ചെയ്യണം. എന്നാൽ നമ്മളുടെ ചേച്ചി ഒരു റിയാക്ഷനും കൊടുക്കത്തില്ല. നമ്മളുടെ കെയ്ഫർ ഒന്നും നോക്കത്തില്ല, അവളെ പിടിച്ച് കിസ് ചെയ്യും. എന്നിട്ട് അവൻ ചോദിക്കും നീ എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പൊ നമ്മളുടെ ചേച്ചി അവനെ തള്ളി മാറ്റിയിട്ട് ചോദിക്കും നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നേ എന്ന്. എന്നാൽ കെയ്ഫറിനെ സംബന്ധിച്ച് അതൊന്നും ഒരു ബാധകമേ ആയിരുന്നില്ല. അവൻ അവളെ നല്ലതുപോലെ കിസ് ചെയ്യും. രണ്ടുപേരും അവരവരുടെ ഇമോഷൻസിൽ അങ്ങ് മുഴുകിപ്പോയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും അവിടെ കരയും. പെട്ടെന്ന് തന്നെ കുറച്ച് ആൾക്കാർ ലിഫ്റ്റിനകത്തോട്ട് കയറി വരും. രണ്ടുപേരും പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് മാറിയങ്ങ് നിൽക്കും. നമ്മളുടെ ജെജി ആയിരുന്നാലും ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അവൾ കെയ്ഫറിൻ്റെ അടുത്ത് ഒന്നും പറയാണ്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവും. അവിടെയായിട്ട് നമ്മളുടെ യൂറി ഇവക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. അവൻ പറയും നമുക്കിതാ മുകളിലോട്ട് പോവാം, അവിടെ നമുക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന്. നമ്മളുടെ ജെജി ആയിരുന്നാലും ഒന്നും നടക്കാത്ത പോലെ അവൻ്റെ കൂടെ നടന്നങ്ങ് പോവും. അവിടെയായിട്ട് ഇവളുടെ ആൻറ്റി ഇവക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻറ്റി പറയും മോളെ നീ ഇപ്പോൾ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം നേരെയാവൂ എന്ന്. ജെജെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അവളെ ഇത്രയും നാൾ നോക്കിയ ഫാമിലിനെ ചതിക്കാൻ അവളെ കൊണ്ട് സാധിക്കത്തില്ലല്ലോ. അവൾക്ക് എന്ത് വേണോന്ന് അറിയത്തില്ല. ജെജെ എങ്ങനെ നമ്മുടെ യൂറിയുടെ പേരൻസിനെ വന്ന് മീറ്റ് ചെയ്യും. അവളിപ്പോൾ ഈ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തതുപോലല്ലേ നിൽക്കുന്നത്. അവളുടെ കയ്യിലായിട്ട് ആ റിങ്ങും ഉണ്ട്. അങ്ങനെ അവൾ അവിടെ നിന്ന് എല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവൾ യൂറി എടുത്ത് പറയും ഞാനൊന്ന് വാഷ്റൂം പോയിട്ട് വരാമെന്ന്. അവൾ ആ വാഷ്റൂമിൽ പോകുന്ന വഴിക്ക് തന്നെ കെയ്ഫർ വന്ന് അവളെ വീണ്ടും കാണും. ഇവിടെ നമ്മളുടെ ചേച്ചി ചോദിക്കും നിനക്കിപ്പോൾ എന്താ വേണ്ടത്, നീ എന്തിനാ എന്നെ വന്ന് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കുന്നത്? അവിടെയായിട്ട് നമ്മളുടെ കെയ്ഫർ പറയും എനിക്ക് നന്നായിട്ടറിയാം നീ ഇപ്പോൾ മാരേജിനെല്ലാം പേടിക്കുന്നത് നിന്റെ മൈൻഡിൽ വേറൊരാളുള്ളതുകൊണ്ടാ എന്ന്. എനിക്ക് നന്നായിട്ടറിയാം നിന്റെ മൈൻഡിൽ ഫുള്ള് ഞാനാണ്. അതെ എനിക്കും അതേപോലെ തന്നെയാണ്. ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്, എനിക്ക് നിന്നെ വേറെ ആരുടെയും കൂടെ കാണാൻ സാധിക്കത്തില്ല, ഞാൻ നിന്നെ വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് കെയ്ഫർ അവിടെ അവളെ കിസ് ചെയ്യും. ജെജിക്കും ഭയങ്കര സന്തോഷമാവും. അവളും അവനെ കിസ് ചെയ്യും. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ആ ഒരു രാത്രി സ്പെൻഡ് ചെയ്യും. ഇവിടെയായിട്ട് ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫയർ വർക്ക്സും എല്ലാം അവിടെ നല്ലതുപോലെ നടക്കും. എന്നാൽ നമ്മളുടെ യൂറി ഇവിടെ ഒറ്റയ്ക്ക് ജെജിക്ക് വേണ്ടി കാത്തു നോക്കി നിൽക്കുക. അവൻ്റെ അമ്മയായിരുന്നാലും ഇവനെ ഇങ്ങനെ ശ്രദ്ധിക്കും. യൂറി അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് എന്ന്. ജെജി ആണെങ്കിൽ ഇപ്പോൾ കെയ്ഫറിൻ്റെ കൂടെ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് നല്ല സന്തോഷമാവും. ഈ ഒരു സീസൺ ഇവിടെ വെച്ച് അവസാനിക്കുവാണ്. നമുക്ക് മനസ്സിലാവത്തില്ല ജെജി ആരെയാണ് ഫൈനലി ചൂസ് ചെയ്യുന്നത് എന്ന്, യൂറിനെയാണോ കെയ്ഫറിനെയാണോ എന്ന്. അപ്പോൾ ഈ ഒരു സൂപ്പർ ഹിറ്റ് സീരീസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്ത്
അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.